പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ തിരുഹൃദയത്തിലെ തിരുരക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ച് ഇന്ന് അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കാൻ ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങൾ ഇന്നത്തെ പ്രവർത്തന മേഖലകളെല്ലാം വിശുദ്ധീകരിക്കണമേ. ഉണ്ണീശോയ്ക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടുകൂടെ പുൽക്കൂടൊരുക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനം ധ്യാനിക്കാം. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ നന്മ ചെയ്താൽ നാം ദൈവത്താൽ ശ്രദ്ധിക്കപ്പെടുകയില്ല എന്ന് വചനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ഒരേ നന്മ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ ചെയ്യാനാകും എന്ന് ചിന്തിക്കേണ്ട ദിവസം. കർത്താവെ, അങ്ങേ തിരുമുമ്പിൽ ഒരു സ്പെഷ്യൽ വ്യക്തിത്വമായി അങ്ങ് പ്രത്യേകം സ്നേഹിക്കുന്നവനായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.